വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇതാ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു. ഇനി എത്ര ദിവസം കറക്റ്റ് ബയോളജിക്ക് ഉണ്ട് നമുക്കറിയാം അല്ലേ. എക്സാം തുടങ്ങി 2 ദിവസം നമുക്ക് സമയം ഉണ്ടെങ്കിൽ കൂടെ ബാക്കി ഹിന്ദി അതിൻ്റെ കൂടെ പഠിക്കാനുണ്ട്. അപ്പം വളരെ കുറച്ച് സമയമുള്ളൂ നമുക്ക് ബയോളജിക്ക് പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ട് ഇതാ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഓരോ വീഡിയോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മുടെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, ഇഴ പിരിയുന്ന ജീവിത രഹസ്യങ്ങൾ എന്ന ആ ഒരു പാഠഭാഗത്തെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന എങ്ങനെ ചോദ്യം വന്നാലും അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതായിരിക്കും. സോ എല്ലാ മക്കളും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്, യൂസ്ഫുൾ ആയോ എന്നുള്ളതും കൂടെ. ആൻഡ് മോർ ഓവർ നമ്മുടെ ബാച്ചിൽ ഇതാ റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അസ്ത്രയിൽ. എത്രയും പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്താൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം, ഒരു മോഡൽ എക്സാം എഴുതാം. അതുപോലെ തന്നെ ഇതുവരെ ഉള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, പോൾ വീഡിയോസ് ലഭിക്കുന്നതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 199 റുപ്പീസിലാണ്. സോ ഇതുവരെയുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. സോ ഒരിക്കലും മിസ്സാക്കാതെ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം. സോ നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് ഈ ഒരു പാഠഭാഗത്തിനുള്ള എല്ലാ കംപ്ലീറ്റ് ചോദ്യങ്ങളും നമുക്ക് വേഗം തന്നെ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സയൻറ്റിസ്റ്റ് ഹു ഹാഡ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓൺ ജെനറ്റിക്സ് അല്ലെ, ജനിതക ശാസ്ത്രത്തിന്റെ അടിത്തറ പാകിയ ശാസ്ത്രജ്ഞൻ ഏതാണെന്നാണ്? കാൾ ലീനിയസ്, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, ജെയിംസ് വാട്സൺ, ചാൾസ് ഡാർവിൻ. ആരാണ് മക്കളെ? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന വേറെ ആരുമല്ല, നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ്. ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് ദാറ്റ് കൺട്രോൾസ് ദ ട്രൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു ടേം ആണിത്. സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനുകളുടെ വ്യത്യസ്ത രൂപങ്ങൾ ഏത് എന്ന്. നമ്മൾ ഓരോ ജീനുകൾ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു എന്നിങ്ങനെ ഓരോ ട്രൈറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് ഫോമിനെ നമ്മൾ പറയുന്നുണ്ട്. അതാണ് മക്കളെ അലിൽ. എന്താണ് അലിൽ എന്നറിയാത്ത കുറേ കുട്ടികളുണ്ട്, മനസ്സിലാക്കി വെച്ചോ. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജെനറ്റിക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് ദാറ്റ് കൺട്രോൾ ദ ട്രൈറ്റ്. ഒരു ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ കളർ, സൈസ്, ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു അലിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിൽ, സ്ത്രീകളുടെ ജനിതക ഘടന ഏതാണെന്നാണ്? നമുക്കറിയാം 44+XX ആണെന്ത്, ഫീമെയിൽസ്, സ്ത്രീകളുടെ ജനിതക ഘടന. എന്നാൽ 44XY ആണെങ്കിലോ അതാണെന്ത്, മെയിൽസിൻ്റേത് അല്ലേ, മെയിൽസ് അല്ലെങ്കിൽ പുരുഷന്മാരുടേത്. 44+XY ആണ്. ഇനി ക്വസ്റ്റ്യൻ 4ലേക്ക് നമുക്ക് പോകാം. ദ ഷുഗർ സീൻ ഇൻ DNA, DNA-യിൽ കാണുന്ന പഞ്ചസാര ഏത്? നമ്മൾ DNA-യും RNA-യും ഒക്കെ പഠിക്കുന്നുണ്ട്. DNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഓക്സിറൈബോസ് അല്ലേ, ഡീഓക്സിറൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പം ഇതിലെ ഷുഗർ ഏതാണ്? ഡീഓക്സിറൈബോസ് ആണ് അല്ലേ. അപ്പം നമുക്ക് പറയാം ഡീഓക്സിറൈബോസ് ഷുഗർ അല്ലെങ്കിൽ ഡീഓക്സിറൈബോസ് പഞ്ചസാരയാണ് DNA-യിൽ നമ്മൾ കാണുന്നത്. ഇനി fill up the blanks by observing relationship between first pair. പദജോടി ബന്ധം മനസ്സിലാക്കാനാണ് ഇതുപോലത്തെ ചോദ്യം ഉറപ്പാണ് പ്രതീക്ഷിക്കണേ. DNA എന്ന് പറഞ്ഞാൽ 2 strands ആണ്. DNA-ക്ക് 2 ഇഴകളാണുള്ളത്. പക്ഷെ RNA എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് അല്ലേ, ഒരു ഇഴ മാത്രമേ അവിടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി അസോസിയേറ്റഡ് വിത്ത് റൈബോസോം എന്ന് പറഞ്ഞാൽ RNA ആണ്. റൈബോസോമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന RNA ആണെന്ത്, rRNA, റൈബോസോമൽ RNA എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് ദ ക്യാരി അമിനോ ആസിഡ് ടു ദ റൈബോസോം, ഈ റൈബോസോമിലേക്ക് അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുന്ന, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു DNA നമുക്ക് പഠിക്കുന്നുണ്ട്. അത് ഏതാണ്? യെസ്, അതാണ് ഏത് RNA? tRNA, ട്രാൻസ്ഫർ RNA എന്ന് നമ്മൾ പറയുന്നത്. tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്താ ചെയ്യുന്നത്? അമിനോ ആസിഡുകളെ ക്യാരി ചെയ്ത് റൈബോസോമിലേക്ക് കൊണ്ടു കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി അല്ലേ, പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആരാണ്? നമ്മുടെ tRNA, ട്രാൻസ്ഫർ RNA. റൈബോസോമൽ RNA ആണെന്ന് rRNA. ഇനി ക്യാപിറ്റൽ ടി ടോൾ, ഉയരം കൂടുതലിനെ സൂചിപ്പിക്കുന്നെങ്കിൽ സ്മോൾ ടി എന്തിനെ സൂചിപ്പിക്കുന്നു? സ്മോൾ ടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഡ്വാഫിനെയാണ് അല്ലേ, ഉയരം കുറഞ്ഞതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ
ഉയരം കുറഞ്ഞതാണെന്ത് സ്മോൾ ടി. അടുത്ത ചോദ്യം നോക്കിക്കോ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ഹൈബ്രിഡൈസേഷൻ ഓഫ് 2 ടൈപ്സ് ഓഫ് പീ പ്ലാന്റ്. പയറു ചെടികളുടെ ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ് നിരീക്ഷിച്ച് ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇവിടെ നമുക്ക് മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു. അതായത് എന്താണ്? റൗണ്ട് സീഡ് ദാറ്റ് ഹാവ് വൈറ്റ് കളർ. റൗണ്ട് സീഡ് വിത്ത് വൈറ്റ് കളർ ആണെന്ത്? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഉരുണ്ട വിത്തോട് കൂടിയ വെളുത്ത നിറത്തിലുള്ളത്, ഉരുണ്ട വിത്തുള്ളതും അതുപോലെ എന്താണ് വെള്ള നിറമുള്ളതുമായിട്ടുള്ള ചെടിയാണ് റൗണ്ട് സീഡ് വിത്ത് വൈറ്റ് കളർ കാണുന്നത്. എന്നാൽ ഫീമെയിൽ പ്ലാന്റിൽ നമുക്ക് എന്ത് കാണാം? ഫ്ലാറ്റ് സീഡാ കാണുന്നത് അല്ലേ? അതായത് പരന്ന വിത്തും സ്മോൾ ഡബ്ല്യു എന്ന് പറയുമ്പോൾ പരന്ന വിത്തും പിന്നെയോ ചുവന്ന പുഷ്പവും ചുവന്ന നിറമുള്ള പൂക്കൾ ഉള്ളതുമാണെന്ത്? സ്മോൾ ഡബ്ല്യു. ഇനി ചോദ്യം നോക്കാം. വിച്ച് ആർ ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഫസ്റ്റ് ജനറേഷൻ? F1 ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഏതാണ് F1 ജനറേഷൻ? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു ആണ്. ഇപ്പൊ ഇവിടെ ഡോമിനന്റ് ഏതാ? ക്യാപിറ്റൽ ആർ. ഇവിടെ ഡോമിനന്റ് ക്യാപിറ്റൽ ഡബ്ല്യു ആ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? റൗണ്ട് സീഡഡ് വൈറ്റ് ഫ്ലവർ അല്ലേ? അവിടെ ഒന്നാമത്തേത് ആദ്യ തലമുറയിൽ പ്രകടിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? ഉരുണ്ട വിത്തോട് കൂടിയ വെളുത്ത പുഷ്പമുള്ള ചെടി. വെളുത്ത പുഷ്പമുള്ള ചെടിയാണെന്ത്? ആദ്യ തലമുറയിലുള്ളത്. ഇനി രണ്ടാമത്തെ, വിച്ച് ആർ ദ ഹിഡൻ ക്യാരക്ടേഴ്സ്? ഇവിടെ ഹിഡൻ ആയിട്ടുള്ളത് ഏതാണ്? പരന്ന വിത്തും അതുപോലെ തന്നെ ചുവന്ന നിറമുള്ള പുഷ്പം. ഇതാണെന്ത്? ഹിഡൻ ആയിട്ട് നമ്മൾ കാണുന്നത്. റൈറ്റ് ദ പോസിബിൾ എക്സ്പ്രഷൻ ഓഫ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇൻ നെക്സ്റ്റ് ജനറേഷൻ. നെക്സ്റ്റ് F2 എന്ന് പറഞ്ഞാൽ എന്താ? F2 ജനറേഷനിൽ എങ്ങനെ വരിക? ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു ഇൻറ്റു ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു അല്ലേ? ഇതിനോട് തന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും ക്രോസ് ചെയ്യുന്നതാണ് F2 ജനറേഷൻ നമുക്ക് കിട്ടുക. അതിൻ്റെ ക്രോസ് ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട് കണ്ടോ? അതായത് നമ്മുടെ അടുത്ത് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു ഇതാ ഉള്ളത്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ക്രോസ് ചെയ്ത് എടുക്കും. അപ്പം നമുക്ക് ക്യാപിറ്റൽ ആർ, സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്ത് ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ ഇവിടെയും കിട്ടുക. അപ്പം ഇതിനെ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു കണ്ടോ? അപ്പോൾ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ക്രോസ് ചെയ്ത് അതിൻ്റെ ഗമേറ്റുകൾ എടുക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗമേറ്റുകൾ. ഈ ഗമേറ്റുകളെയാണ് നമ്മൾ F2ലേക്ക് ക്രോസ് ചെയ്തെടുക്കുന്നത്. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? മെയിലിൻ്റെ മേലെ എഴുതി. ഇത് മെയിലും ഇത് നമ്മൾ ഫീമെയിലും എടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ മെയിലിനെ ഞാനിതാ ഇവിടെ എഴുതി, ഇവിടെ നമ്മൾ ഫീമെയിൽ ഗാമീറ്റ്സിനെ ഇവിടെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ തമ്മിൽ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും കണ്ടോ? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡബ്ല്യു, സ്മോൾ ഡബ്ല്യു ഇങ്ങനെ എല്ലാം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തെടുക്കും. ഓക്കെ, ഓരോന്നിൽ നിന്നും ഗമേറ്റുകൾ ഫോം ചെയ്തുണ്ടാവുന്ന പ്രോജനീസിനെ നമ്മൾ പുന്നറ്റ് സ്ക്വയർ വെച്ച് എഴുതിയിരിക്കുന്നതാണ് ഇവിടെ. അപ്പം നമുക്ക് കിട്ടുന്നത് എങ്ങനത്തെ വെറൈറ്റീസ് ആണ്? ഇതാ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ഡബ്ല്യു ഉണ്ടാകുമ്പോൾ റൗണ്ട് വൈറ്റ് കിട്ടും. അതുപോലെ റൗണ്ട് വൈറ്റ് കിട്ടും, ഇവിടെ റൗണ്ട് വൈറ്റ് കിട്ടും, ഇവിടെ റൗണ്ട് വൈറ്റ് കിട്ടും. ഇനി അതേപോലെ തന്നെ ഇവിടെ ഇതാ റൗണ്ട് വൈറ്റ്, ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? റൗണ്ട് പക്ഷെ റെഡ്. അതേപോലെ ഇവിടെ നമുക്ക് റൗണ്ട് വൈറ്റ് കിട്ടും, ഇവിടെ റൗണ്ടും റെഡുമാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഇതാ ഫ്ലാറ്റ് വൈറ്റ് കിട്ടും, ഇവിടെയോ ഫ്ലാറ്റ്
സീഡഡ് ആൻഡ് റെഡ് ഫ്ലവേർഡും കിട്ടും. അപ്പോൾ F2 ജനറേഷൻ കിട്ടുന്ന പ്രോജനി ഏതാണ്, എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? റൗണ്ട് സീഡ് വൈറ്റ് ഫ്ലവേർഡ്, റൗണ്ട് സീഡ് റെഡ് ഫ്ലവർ, ഫ്ലാറ്റ് സീഡ് വൈറ്റ് ഫ്ലവർ ആൻഡ് ഫ്ലാറ്റ് സീഡ് റെഡ് ഫ്ലവർ. വൃത്താകൃതിയുള്ള വിത്തും വെളുത്ത പുഷ്പമുള്ളത് കിട്ടും, വൃത്താകൃതിയുള്ള വിത്തും ചുവന്ന പുഷ്പമുള്ളത് കിട്ടും, അതുപോലെ പരന്ന വിത്തും വെളുത്ത പുഷ്പമുള്ളത് കിട്ടും, പരന്ന വിത്തും ചുവന്ന പുഷ്പമുള്ളത് കിട്ടും. അപ്പോൾ അത് F2 പ്രോജനിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് F2 പ്രോജനിയിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ് നമ്മുടെ ഹിഡൻ ക്യാരക്ടേഴ്സ്. ആദ്യം കിട്ടിയത് ഏതാണ്? F1 ജനറേഷനിൽ കിട്ടിയതിൻ്റെ ക്യാരക്ടേഴ്സാണ്. അപ്പം ഫീനോടൈപ്പും ജീനോടൈപ്പും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഉയരം, നിറം, അല്ലെങ്കിൽ ഷേപ്പ്, സൈസ്, നമ്മൾ പുറമേ കാണുന്ന ക്യാരക്ടറിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അലിലുകളെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റിന് നമ്മൾ T വെച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ജീനോടൈപ്പാണ്. ഇനി സ്മോൾ ടി അതിൻ്റെ ഡ്വാഫിൻ്റെ ജീനോടൈപ്പാണ്. ക്യാപിറ്റൽ ആർ അതിൻ്റെ ഉരുണ്ടത് റൗണ്ടിൻ്റെ, റൗണ്ടാണ് ഫീനോടൈപ്പെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ആർ എന്താ അതിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ ഫീനോടൈപ്പും ജീനോടൈപ്പും മനസ്സിലാക്കി വെക്കാം. അടുത്ത നോക്കിക്കേ, ഗിവൻ ബിലോ ഈസ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ക്രോസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ റെഡ് ഫ്ലവേർഡ് ആൻഡ് വൈറ്റ് ഫ്ലവേർഡ് പീ പ്ലാന്റ്, കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളി. അപ്പോൾ നോക്ക്, ചുവന്ന പൂക്കളുള്ളതും വെളുത്ത പൂക്കളുള്ളതുമായ പഴയ ചെടികൾക്കിടയിൽ നടത്തുന്ന ഒരു ക്രോസിൻ്റെ ചിത്രീകരണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ആർ തന്നിട്ടില്ല. അതിൻ്റെ ഗമീറ്റുകൾ എന്ത് വരും? ക്യാപിറ്റൽ ആറും വരും, സ്മോൾ ആറും വരും അല്ലേ. ഇനി ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക, ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇതിനെയും ക്രോസ് ചെയ്യുമ്പം ഇങ്ങനെയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ആർ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ വരും. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ചെയ്യുമ്പോൾ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരും. ഇതേപോലെ തന്നെ ഇങ്ങനെയാണ് വരിക. അത് തന്നെ പുണ്ണറ്റ് സ്ക്വയർ വെച്ച് എഴുതിയെന്നേ ഉള്ളൂ. സോ നമുക്കിവിടെ എന്ത് കിട്ടും? ഇവിടെ എല്ലാം ഡോമിനൻ്റ് എന്താ? ക്യാപിറ്റൽ ആർ, റെഡ് ആണ് വരിക. സോ 3 റെഡ് ഫ്ലവർ, 3 ചുവന്ന പൂക്കളുള്ളത് കിട്ടും. ഒരെണ്ണമാണ് എന്ത്? നമുക്ക് വൈറ്റ് ഫ്ലവർ ഉള്ളത് കിട്ടുന്നത് അല്ലേ, വെളുത്ത പൂക്കളുള്ളത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 3:1, 3 ചുവപ്പും 1 വെളുത്ത പൂക്കളെയും കിട്ടും. ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാലോ, ക്യാപിറ്റൽ ആർ എത്ര എണ്ണം? 1. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉള്ളതോ 2. സ്മോൾ ആർ ഉള്ളതോ 1. അപ്പോൾ റേഷ്യോ എത്രയായി? 1:2:1. ഇത് അതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ, ഇത് അതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ. ഓക്കെ, ഇത് അതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ, ഇത് അതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. 2ാം തലമുറ വ്യത്യസ്ത പ്രതികൾ പയറുചെടികളുടെ അനുപാതം എഴുതാനാണ്. ആദ്യത്തേത് 3:1, രണ്ടാമത്തേത് നമുക്കറിയാം എന്താ? ജീനോടൈപ്പിക് 1:2:1. അപ്പോൾ അത് ചോദിച്ചാൽ എഴുതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മിസ് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തത് ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. മക്കളെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് ക്രിസ്മസ് പരീക്ഷയ്ക്കും അതുപോലെ മെയിൻ എക്സാമിനും പ്രതീക്ഷിക്കേണ്ട ചോദ്യമായത്. ഐഡന്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് വൈ. എന്താണ് എക്സ്, എന്താണ് വൈ എന്ന് എഴുതണം. വാട്ട് ഈസ് ദ റോൾ ഓഫ് എക്സ് ഇൻ ദ പ്രോസസ്? എക്സിൻ്റെ റോൾ എന്താണെന്ന് എഴുതണം. വാട്ട് ഈസ് ദ പ്രോസസ് ഒക്വർ ഇൻ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് വൈ? ഓക്കെ, എക്സ് വൈ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിയണം. ഈ പ്രവർത്തനത്തിൽ എക്സ് എന്ന ഭാഗത്തിൻ്റെ പങ്ക് എന്താണെന്ന് എഴുതണം. അതുപോലെ വൈ എന്ന ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നും എഴുതണം. ഇവിടെ ഇതേ ചിത്രം ന്യൂക്ലിയസോട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാകുന്ന ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അത് പഠിക്കാതെ ആ പാഠം നിങ്ങൾ വിട്ടുകളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം എക്സ് എന്ന് പറയുന്നത് നമ്മുടെ mRNA, മെസ്സഞ്ചർ RNA ആണ്. എക്സ് എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA ആണ്. വൈ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ റൈബോസോമാണ്. വൈ എന്ന് പറയുന്നത് റൈബോസോമാണ്, റൈബോസോം. അപ്പം ഈ മെസ്സഞ്ചർ RNA വരുന്നത് നമ്മുടെ DNA-യിൽ നിന്നാണ്. DNA-യിൽ നിന്ന് ആ ഒരു മെസ്സേജിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നതാണ് എന്ത്? മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. ഈ മെസ്സഞ്ചർ RNA ആണ് എന്ത് ചെയ്യുന്നത്? മെസ്സേജ് കൊടുത്തിട്ട് tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡുകളെ പ്രോട്ടീനാക്കി മാറ്റുന്നത്. ഈ പ്രവർത്തനത്തിൽ എക്സിൻ്റെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് നമ്മൾ എഴുതും? mRNA ക്യാരിയസ് ഇൻഫർമേഷൻ ഫ്രം DNA ടു റൈബോസോം ആൻഡ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലേ. എക്സ് നമ്മൾ പറഞ്ഞു mRNA ആണ്, വൈ നമ്മൾ പറഞ്ഞു റൈബോസോമാണ്. അപ്പോൾ mRNA എന്തു ചെയ്യുന്നു? DNA-യിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ റൈബോസോമിൽ എത്തിക്കുന്നു. അതുപോലെയോ പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്നു.
നിയന്ത്രിക്കുന്നതും ആരാണ്? നമ്മുടെ ഈ മെസ്സഞ്ചർ RNA ആണ്. അത് ന്യൂക്ലിയസിൽ നിന്നാണ് വരുന്നത്. ഇനി Y എന്ന ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഫ്രം mRNA, പ്രോട്ടീൻ ഇസ് സിന്തസൈസ്ഡ് ബൈ ആഡിങ് അമിനോ ആസിഡ്. എന്തു ചെയ്യുന്നു? അമിനോ ആസിഡുകളെ എന്തു ചെയ്യുന്നു? യോജിപ്പിച്ച് അമിനോ ആസിഡുകളെ യോജിപ്പിച്ചുകൊണ്ട് എന്തുണ്ടാക്കിയെടുക്കുന്നു? പ്രോട്ടീനെ ഈ റൈബോസോം പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ക്ലിയർ? ഈ രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം ABC സബ് ക്വസ്റ്റ്യൻസ് 3 മാർക്കിന്റെ ചോദ്യം സ്ഥിരമായിട്ട് വരുന്നതാണ്, പഠിച്ചു വെക്കാം. അടുത്ത നോക്കിക്കേ, വാട്ട് ഡസ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഇതെന്താ മക്കളെ? ഈ ചിത്രീകരണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം ഇവിടെ ഒരു ഷുഗർ ഉണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ ഷുഗർ. പിന്നെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാം. പിന്നെയോ അവിടെ ഒരു ന്യൂക്ലിക് ആസിഡും ഉണ്ട്. അതായത് ഒരു പഞ്ചസാരയുണ്ട്, പഞ്ചസാരയോട് ചേർന്നിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതിനോട് ചേർന്നിട്ടുണ്ട് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് അല്ല, നൈട്രജൻ ബേസ് ഉണ്ട്. ഓക്കെ, നൈട്രജൻ ബേസ്. ഓക്കെ, നൈട്രജൻ ബേസും ഉണ്ട്. ഈ നൈട്രജൻ ബേസ് അഡിനിൻ ആകാം, തൈമിൻ ആകാം, ഗ്വാനിൻ ആകാം, സൈറ്റോസിൻ ഏത് വേണേലും ആകാം. അപ്പം ഈ ഒരു സാധനത്തെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പം ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസും കൂടെ വന്നാൽ അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. എന്താണ്? ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഇതുപോലെ ചിത്രം വന്നിട്ട് 1 മാർക്കിന് ചോദ്യം വരും. അപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാൻ ന്യൂക്ലിയോടൈഡ് ആണ്. അടുത്തത് ക്രോമസോം തന്നിട്ടുണ്ട്. വിച്ച് പ്രോസസ് ഡസ് ദിസ് ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഹൗ ഡസ് ദിസ് പ്രോസസ് കോസ് വേരിയേഷൻ? ഇതെങ്ങനെ വേരിയേഷനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. അപ്പോൾ ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ECPC ആണ്. അപ്പോൾ ചിത്രീകരണത്തെ സൂചിപ്പിച്ചിരിക്കുക നമുക്കറിയാം എന്താണ്? ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു അല്ലേ? ഇതിനെ നമ്മൾ പറയുന്നതാണ് ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ മുറിഞ്ഞു മാറലാണ് ഇവിടെ നടക്കുന്നത്. ക്രോസിംഗ് ഓവർ ഓഫ് ക്രോമസോം. ജീനുകളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോസിംഗ് ഓവർ നടത്തുന്നു. ഈ പ്രക്രിയ വ്യതിയാനത്തിന് കാരണമാകുന്നത്. എങ്ങനെയാണ് ഇത് വേരിയേഷന് കാരണമാവുന്നതെന്നാണ്. പാർട്ട് ഓഫ് DNA ക്രോസസ് ഓവർ ടു ബിക്കം ദ പാർട്ട് ഓഫ് അനദർ DNA. This causes a difference in distribution of gene. When these chromosomes transfer to next generation, it causes expression of new characters. ഈ ജീനുകൾ കൈമാറ്റം ചെയ്യുന്നത് വഴി പുതിയ ജീൻസ് അവിടെ ഉണ്ടാവുന്നു, പുതിയ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് എന്ത് ചെയ്യും? പുതിയ ക്യാരക്ടേഴ്സ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. സോ ഒരു DNA ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA ഭാഗമാകുന്നു. ഇത് ജീനുകളുടെ വിന്യാസത്തിന് വ്യത്യാസമാക്കുന്നു. ഈ ക്രോമസോമുകൾ അടുത്ത തലമുറയിലെ സന്താനങ്ങൾക്ക് ലഭിക്കുമ്പോൾ പുതിയ സ്വഭാവം പ്രകടമാവുന്നതിന് കാരണമാവുന്നു. അപ്പം ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്രോസിംഗ് ഓവറും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത നോക്കിക്കേ, പാരന്റൽ പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. ടോൾ പ്ലാന്റ്, റൗണ്ടഡ് സീഡഡ്, ഡ്വാർഫ് പ്ലാന്റ്, റിംഗഡ് സീഡഡ്. ഉയരം കൂടി ഉരുണ്ട വിത്തും ഉയരം കുറഞ്ഞ് ചുളുങ്ങിയ വിത്തുമാണ്. 1, 2 എന്നിവ പൂരിപ്പിക്കുക. F1 സസ്യത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തെല്ലാം? ഇവിടെ നമുക്കറിയാം ക്യാപിറ്റൽ Tയും ക്യാപിറ്റൽ R ഗമേറ്റ് ആയിട്ട് വരിക. ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തുമായതുകൊണ്ട് നമുക്ക് സ്മോൾ t സ്മോൾ r ആകാം അല്ലേ? അപ്പം സ്മോൾ t സ്മോൾ r വരും. 1 എന്ന് പറയുന്നത് ഏതാ? ഇവിടെയല്ലേ? അപ്പോൾ 1 എന്ന് പറയുന്നത് സ്മോൾ t സ്മോൾ r ആണ് വരിക. 2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ R ആണ് വരിക. ഇനി സസ്യത്തിൻ്റെ സ്വഭാവം F1 ക്യാരക്ടർ എന്താണെന്നാണ് നമുക്കറിയാം. ക്യാപിറ്റൽ Tയും ക്യാപിറ്റൽ R സ്മോൾ r അല്ലേ? അപ്പം എന്താ വരിക? ഉയരം കൂടിയ ഉരുണ്ട വിത്താണ് വരിക. ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ടഡ് സീഡാണ് വരിക. അപ്പം ഇതുപോലെ ക്രോസ് എന്നിട്ട് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആർ ഗിവൺ ബിലോ. ഞാൻ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ എഴുതാൻ, ഇത് ഓർഡറിൽ എഴുതാൻ ചോദിക്കുന്ന കേട്ടോ. ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ എപ്പോഴും പ്രോട്ടീൻ പഠിക്കുന്ന സമയത്ത് പ്രോട്ടീൻ നിർമ്മാണ ഘട്ടം പഠിക്കണം. അതിൻ്റെ ഓരോന്നും ആ ചിത്രത്തിൽ mRNA എവിടെ, tRNA എവിടെ, അമിനോ ആസിഡ് എവിടെ, പ്രോട്ടീൻ എവിടെ എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ ഓരോ ഘട്ടത്തിൻ്റെ ഓർഡർ മിസ് പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യുന്നു? mRNA എന്ത് ചെയ്യുന്നു? DNA ഉണ്ടാക്കുന്നു. mRNA ഫോംസ് DNA. അതാണ് ഒന്നാമത്തെ ഘട്ടം. DNA-യിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. എന്നിട്ട് അത് എവിടെ എത്തുന്നു? ന്യൂക്ലിയസിന് പുറത്തേക്ക് എത്തുന്നു. ഇറ്റ് റീച്ചസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. പിന്നെ എന്ത് സംഭവിക്കുന്നു? mRNA റൈബോസോമിലേക്ക് എത്തുന്നു. mRNA ന്യൂക്ലിയസിൽ നിന്ന് റൈബോസോമിലേക്ക് എത്തുന്നു.
റൈബോസോമിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? tRNA brings different kinds of acid അല്ലേ? tRNA നമ്മുടെ അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന DNA എന്ത് ചെയ്യുന്നു? mRNAയുടെ സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകൾ കൂടിച്ചേർക്കുന്നു. അമിനോ ആസിഡുകളെ കൂടിച്ചേർക്കും. ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? പ്രോട്ടീൻ നിർമ്മാണം നടക്കും. പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഘട്ടം സ്റ്റെപ്പായിട്ട് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് വേണ്ടത്, ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വേണമെങ്കിൽ അതും അറിയിക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം ഇനിയുള്ള ക്ലാസ്സുകളും ലൈവുകളും ഒന്നും മിസ്സാക്കാതിരിക്കുക. റിവിഷൻസ് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. സോ ടെൻഷനൊക്കെ മാറ്റി വെച്ച് ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് ധൈര്യത്തോടെ ഒരു വാശിയോടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ബയോളജി ഫുൾ മാർക്ക് തന്നെ നമുക്ക് മേടിക്കേണ്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് ചോദിച്ചിട്ട് പോവാണ്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അഡിനിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന DNA ഏതാണ്, RNA ഏതാണ് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.